നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്യാൻസർ എന്ന രോഗം ഡയഗ്നോസ് ചെയ്ത ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഓരോ ഡയഗ്നോസിസും വേദനാജനകമാണ് പേഷ്യൻറ്റിനും പേഷ്യൻ്റ് പാർട്ടിക്കും. ഈ ഡയഗ്നോസിനോടൊപ്പം വല്ലാത്തൊരു പേടിയാണ് ഇത് അറിഞ്ഞ ഉടനെ എല്ലാവരിലും ഉടലെടുക്കുന്നത്. ഈ പേടി കാരണം തന്നെ എവിടെ പോകണം, ആരെ കാണണം, എന്ത് ചെയ്യണം, ആരെ വിശ്വസിക്കണം, ആയുർവേദത്തിൽ പോകണോ, അലോപ്പതിയിൽ പോകണോ, ഏത് ഹോസ്പിറ്റലിൽ പോകണം, പച്ചമരുന്നിന് പോകണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ്. പച്ചമരുന്നും ആയുർവേദവും രണ്ടാണ്. ആയുർവേദത്തിൽ പച്ചമരുന്നുണ്ടെങ്കിലും പച്ചമരുന്ന് ചികിത്സ ആയുർവേദമല്ല. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് അങ്ങനെയല്ല ഉള്ളത്. അതുകൊണ്ട് ഇതിൽ ഏത് ചികിത്സ തിരഞ്ഞെടുക്കണം എന്നുള്ള വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്ന പല പേഷ്യൻസും, ആ ദിവസം 3 പേഷ്യൻസാണ് തെറ്റായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത ഉടനെ തെറ്റായ രീതിയിൽ പോയതുകൊണ്ട് മാത്രം അവസാന സ്റ്റേജിലെത്തുകയും പാലിയേറ്റീവ് കെയർ മാത്രമേ രക്ഷയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു ഉദാഹരണ സഹിതം ഈ കേസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് ഡയഗ്നോസിസ് വരുന്നത് ഏതെങ്കിലും ചെറിയ രോഗങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും. അതുവരെ അവർക്ക് ചിലപ്പോൾ തലവേദന, വയറുവേദന, ഏതെങ്കിലും ഒരു തരത്തിലുള്ള വേദനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളിലുള്ള മുഴകളോ അവിചാരിതമായിട്ട് തൊട്ട് നോക്കുമ്പോൾ കിട്ടുന്ന മുഴകളായിരിക്കാം. അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തിന് സ്കാൻ ചെയ്ത സമയത്ത് സ്കാനിങ് ഇമേജിൽ കണ്ട ഏതെങ്കിലും ഒരു ഫൈൻഡിങ്സോ ആണ് ക്യാൻസർ ആണെന്ന് ഒരു അറിവായിട്ട് ഒരു ഇടുത്തി പോലെ നമ്മുടെ തലയിൽ വന്ന് വീഴുന്നത്. ഈ സമയത്ത് പാനിക്ക് ആവാതെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് തരം ക്യാൻസേഴ്സിന് നല്ല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് കാരണം കൊണ്ട് ഒരുപാട് തരം ക്യാൻസർ പേഷ്യൻസ് രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പോസിറ്റീവ് ചിന്ത ആദ്യം തന്നെ ഉള്ളിൽ വെക്കുക. രണ്ടാമത്തത് അതിൻ്റെ പ്രിക്കോഷൻസ് ആണ്. പ്രിക്കോഷൻസ് എന്ന് വെക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ശരിയായ രീതിയിൽ പോവാത്തത് കൊണ്ടും പിന്നെ ഡയഗ്നോസിസിൽ വരുന്ന ചിലപ്പോൾ മിസ് ഡയഗ്നോസിസ് ആരുടെയും തെറ്റല്ല, ഡോക്ടേഴ്സിൻ്റെ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചില സമയങ്ങളിൽ പല ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്നതുണ്ട്. അതുകൊണ്ടും ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ വരുന്ന അപാകതകൾ കൊണ്ടും ട്രീറ്റ്മെൻറ്റ് നേരെ വഴിക്ക് പോവാതെ കഷ്ടത്തിലെത്തുന്ന പല രോഗികളുണ്ട്. ഇത്തരം എല്ലാ തരം കേസുകളും എൻ്റെ അടുത്ത് വരികയും ഞാൻ കാണുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് എപ്പോഴും സർജറി ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. ചില കേസുകളിൽ സർജറി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അഡ്ജുവൽ കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ട് ഈ മുഴകളുടെ സൈസ് കുറയ്ക്കുകയും അതിനുശേഷം എടുത്തു കളയുകയും ചെയ്യും. ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ സർജറിയോ കീമോതെറാപ്പിയോ വേണ്ടി വരും. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് വിചാരിക്കുന്നത് ഇനി എനിക്കൊന്നും ഇല്ല എന്നാണ്. പക്ഷേ അവിടെയാണ് പലപ്പോഴും തെറ്റ് പറ്റുന്നത്. എൻ്റെ അടുത്ത് വന്ന അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒന്നുമില്ല, ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അതൊരു വലിയ രക്ഷപ്പെടൽ തന്നെയാണ്. ആ രക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞിട്ട് ഇനിയൊന്നുമില്ല എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയിട്ട് 2 മാസം മുതൽ 2 വർഷത്തിനുള്ളിൽ വളരെ വേഴ്സണായിട്ട് വരുന്ന പല ക്യാൻസേഴ്സും ഉണ്ട്. അതിനാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുക, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും വരുന്നതാവാം, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉണ്ടായത് വേറൊരു സ്ഥലത്ത് വരുന്നതായിരിക്കാം ഈ സ്പ്രെഡിങ്. ഇത് പലപ്പോഴും വളരെ വേദനാജനകമാണ്. പക്ഷേ ഈ ഫസ്റ്റ് ക്യാൻസറിൻ്റെ പോലെ സെക്കൻഡ് ക്യാൻസർ നമുക്ക് അത്രയ്ക്കധികം രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ഒരു അനുഭവം. കാരണം 2ാമതും 3ാമതും ഇതേ ക്യാൻസേഴ്സ് വരിക എന്ന് പറയുമ്പോൾ ഇവരെ ബോഡിയിൽ ഇതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സാധാരണ വളരെ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും ക്യാൻസറിനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ ചില ആളുകളിൽ അത് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത് പല കാരണങ്ങളാണ്. കാർസിനോജനസ് ആയിട്ട് സെൽസ് ചേഞ്ച് ചെയ്യുകയും മാറ്റം വരികയും ചെയ്യാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഉള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഇത് ഏത് തരം ക്യാൻസർ ആണെന്ന് ഇപ്പം സ്റ്റേജല്ല പറയുന്നത്. സ്റ്റേജിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ ബോധവാന്മാരാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഏത് സ്റ്റേജാണെന്ന്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്,
4th സ്റ്റേജ്, ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് അറിയാം. പിന്നെ പാലിയേറ്റീവ് കെയറിനെ പറ്റിയിട്ടും കുറേ ആളുകൾക്ക് അറിയാം. പക്ഷേ ഓരോ അവയവങ്ങളിലും വരുന്ന ക്യാൻസേഴ്സിന് ഡിഫറെൻറ്റ് നെയിംസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണെന്നും പലർക്കും അറിയില്ല. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഡിഫറെൻറ്റ് ഓർഗൻസിൽ, പല പല ഓർഗൻസിൽ പല രീതിയിൽ പെരുമാറുന്നുള്ളതും ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ക്യാൻസറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്യൂർ, അതിൻ്റെ രക്ഷപ്പെടൽ കെടുക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആരെങ്കിലും വന്ന് കാണുക എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും പേഷ്യൻസിൻ്റെ അവരുടെ സങ്കോചം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ചോദിക്കാനുള്ള മടി കൊണ്ടോ ആണോ എന്നറിയില്ല, ഞാൻ പല പേഷ്യൻസിലും കാണാറുണ്ട്, അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ശരിക്കുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മീൻസ് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ പറയാനിട്ടാവുന്നു. മേ ബി ഇനിയിപ്പോൾ എന്തെങ്കിലും തിരക്കിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ട്, വിട്ടുപോകുന്നതല്ല, അത് കമ്മ്യൂണിക്കേഷനിലുള്ളൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ട് പല കാര്യങ്ങളും ഞാൻ ഇവിടെ വന്ന് അവരെ റിപ്പോർട്ട്സൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ആദ്യമായിട്ട് അറിയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഇത് പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്, അത് വലിയ ആപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ രോഗം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. പക്ഷെ ചില കേസുകളിൽ നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പേഷ്യൻ്റ് വളരെയധികം പേടിയാണ് ക്യാൻസർ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മുടെ നാട്ടിലായതുകൊണ്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് പാർട്ടി വളരെ കൺസേൺഡ് ആയിരിക്കും, അവരുടെ റിലേറ്റീവ്സ്. ഇപ്പോൾ നമ്മുടെ സ്വന്തക്കാർക്ക് വരുന്ന ക്യാൻസേഴ്സ്, ഈവൻ അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള റിലേഷൻ അപ്പുറം ഫ്രണ്ട്സ്, കസിൻസ്, അതല്ലെങ്കിൽ അങ്കിൾസ്, ആൻറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് പോലും ആളുകൾ ഒരുപാട് കൺസേൺഡ് ആണ്. അപ്പോൾ പലരും വന്നിട്ട് പറയാറുണ്ട് എന്നോട്, പേഷ്യൻറ്റിന് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല എന്ന്. പക്ഷേ പേഷ്യൻറ്റിന് അറിയില്ലെങ്കിലും പേഷ്യൻ്റ് പാർട്ടിനോട് വിവരങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അവർക്ക് കിട്ടും. എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം, ആരെടുത്ത് പോകണം എന്നുള്ളതിന്. അതിന് എൻ്റെ അറിയാവുന്നവരും ഈ മീൻസ് എന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്തരം ഒരു ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം ഞാൻ ആയുർവേദം മാത്രം കൊണ്ട് ക്യാൻസർ മാറ്റാമെന്ന് വിശ്വസിക്കുന്നില്ല. പല ക്യാൻസേഴ്സും ആയുർവേദം കൊണ്ട് മാറ്റാം. പക്ഷേ എപ്പോഴും ഒരു സർജറിയുടെയും കീമോതെറാപ്പിൻ്റെയും റേഡിയേഷൻ്റെയും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിടേണ്ടതാണ്. ചില ക്യാൻസേഴ്സിൽ മാത്രം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് താങ്ങാൻ വയ്യാത്ത പേഷ്യൻസ് ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ആയുർവേദം കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നതുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ സർജറി ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നതും ആയുർവേദ കോളേജുകളിൽ പഠിപ്പിക്കുന്നതും ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ കൊടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്രോച്ച് ചെയ്യാവുന്നവർക്ക് വരാവുന്നതാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതുപോലെയുള്ള വേറെയും ആളുകളുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇങ്ങനെ ഈ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യക്തത മനസ്സിലാക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചില പേഷ്യൻറ്റിനോട് പറയണ്ട അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പേഷ്യൻറ്റിനോട് പറയണ്ട എന്ന് പറയുന്നത് പല മോഡേൺ എക്സ്പെർട്സും അതിനെതിരാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മീൻസ് ഒരു നമ്മുടെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ചിട്ട് പേടിയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം മറ്റു സ്ഥലങ്ങളിൽ അവർക്ക് ഇത്രയും ബന്ധുബലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മുടെ സ്ഥിതിയിൽ അവരെ നോക്കാൻ ബന്ധുക്കൾ തയ്യാറായിട്ട് നിൽക്കുന്ന സ്വന്തക്കാരുണ്ടെങ്കിൽ അവർ ഈ ഭയവും പേടിയും താങ്ങേണ്ടതില്ല. പക്ഷെ നമ്മൾ അവരുടെ മീൻസ് ഈ കെയർ ടേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കൂടെ വരും. അതിൽ രണ്ട് വിഭാഗമുണ്ട്. ചിലർ എല്ലാ ഡിസിഷനിലും കയറി ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് 2-3 എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞതിന് ബലമായിട്ടുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം നമ്മൾ ആദ്യം വേണ്ടത് ആരെ കാണണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള നല്ലൊരു തീരുമാനത്തിലെത്താൻ നല്ലൊരു ഡോക്ടറെ തന്നെ കാണുന്നതായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു ക്യാൻസർ വന്നു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ വന്നു, അവരും പിന്നെ സർജറി ചെയ്തു, കീമോതെറാപ്പി ചെയ്തു, റേഡിയേഷൻ ചെയ്തു, എന്നിട്ടും അവർ കഷ്ടപ്പെട്ടു, അവർ മരിച്ചു പോയിന്ന് ഒരു അനുഭവം കൊണ്ട് അതായിരിക്കും എല്ലാ ക്യാൻസറിലും എല്ലാവരുടെ അനുഭവം എടുക്കാൻ പറ്റില്ല.
അതേപോലെ തന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ലംബ് ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു, കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു, ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ടൈപ്സും എവിടെയാണ് വരുന്നത്, എപ്പോഴാണ് കണ്ടെത്തുന്നത്, ഇതിനെയൊക്കെ ആധാരമായിട്ട് ഇരിക്കും. അപ്പം ഇതിനിടയിൽ ചെയ്യുന്ന ആയുർവേദ ചികിത്സ തീർച്ചയായിട്ടും ഫലപ്രദമാണ്. ഇതിലെനിക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും പേഷ്യൻസ് അവർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് പറയാറില്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട് എന്ന്. അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പല കേസുകളും ആയുർവേദം കൂടി കൂട്ടത്തിൽ ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുന്നില്ല. അത് പേഷ്യൻസിൻ്റെ വരുന്ന വലിയൊരു തെറ്റാണ്. അവരത് പറയണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനിത് പറയുമ്പോഴുണ്ടായ 2-3 അനുഭവങ്ങൾ പറയാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നത് ഒരു കുട്ടിയാണ്, 11 വയസ്സായ ഒരു പെൺകുട്ടി. ഇവരെൻ്റെ അടുത്ത് ആദ്യം കൈവേദനയായിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് ഞാൻ എക്സ്റേ എടുത്ത് നോക്കി, ഇതിൻ്റെ ഫീമർ എന്ന് പറഞ്ഞ കൈയിൻ്റെ വലിയ ബോണ്ട് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡൗട്ട്ഫുള്ളായിട്ട് തോന്നി ക്യാൻസർ ആണെന്ന്. പിന്നെ സ്കാൻ ചെയ്തു, അപ്പോൾ ഓൾമോസ്റ്റ് ക്യാൻസർ ആണെന്നുള്ളതായിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഉടനെ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അവരവിടെ പോയി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിനിടയിൽ വീണ്ടും എൻ്റെ അടുത്ത് വരണമെന്നും വരികയാണെങ്കിൽ അതിനോട് സപ്പോർട്ടീവായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നും പറഞ്ഞു. 11 വയസ്സായുള്ള കുട്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇടയിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടോ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഇവരെ അടുത്തുള്ള ആളുകളും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു നിയമമില്ല. ആയുർവേദത്തിലെ ഏത് മരുന്ന് അതും മോളിക്യുലർ ലെവലിലാണ്. ഏതൊക്കെ മോളിക്യൂൾസ് എന്തിനൊക്കെ പറ്റില്ല എന്ന് നോക്കിയിട്ടാണ് ആയുർവേദ ഡോക്ടർ കൊടുക്കുള്ളൂ. പച്ചമരുന്ന് കൊടുക്കുന്നത് വേറെയാണ് കഥ. അവർ ഒരു ശരീരത്തിൻ്റെ ഫിസിയോളജി അനാട്ടമി പഠിച്ച ഒരു ഡോക്ടർ ചെയ്യുന്നതും അത് പഠിക്കാത്ത ഡോക്ടർ ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവർ ഈ ഒരു കാരണത്താൽ ഇതിനിടയിൽ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് ഒന്നും ചെയ്തില്ല. പക്ഷേ അവിടുന്ന് കുറച്ച് ദിവസം, ഇപ്പോൾ 11 വയസ്സുള്ള കുട്ടി അവിടുന്ന് 7 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പേഷ്യൻ്റ് അവരുടെ റിപ്പോർട്ടും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. വളരെ മോശമായിരുന്നു, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. എൻ്റെ മെഡിക്കൽ ടേംസ് ഇനിയിപ്പോൾ മീൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നുവെച്ചാലും എൻ്റെ എല്ലാ ബ്ലഡ് വാല്യൂസ് എല്ലാം തകരാറിലായിരുന്നു. പിന്നെ WBC ഒക്കെ 22,000 വരെ എത്തിയിട്ടുണ്ട്. പ്ലേറ്റ്ലേറ്റ്സ് ഒക്കെ ആയിരങ്ങളിൽ വെച്ചാൽ 10,000 ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ ഓരോ വാല്യൂസും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലായി. 7 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ വന്നു. പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുകയും പിന്നീട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുട്ടീനെ കൊണ്ടുവരാൻ പോലും കഴിയാത്ത രീതിയിൽ എനിക്ക് വീഡിയോ കോളിൽ അവർ കാണിച്ചു തരികയാണ് ചെയ്തത്. ഒന്നും ചെയ്യാൻ പറ്റാതെ കുട്ടി രക്ഷപ്പെട്ടില്ല. ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ഈ ഡയഗ്നോസ് ചെയ്തത് ഞാനാണ്. ഈ കേസ് ഡയഗ്നോസ് ചെയ്തതും ആ ഡയഗ്നോസിസിൻ്റെ ബേസിൽ വിദഗ്ധ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് അയച്ചതും ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്കറിയാം ഇതിനിടയിൽ കൂടി പലതും ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കെയർ ടേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടും തീരുമാനം എടുക്കുന്നവരായിട്ടും വരുന്ന ചില ബന്ധുക്കളുണ്ട്. അവർ പറയും അവർ എവിടുന്നൊക്കെയോ കേട്ടിട്ടുള്ള ഏതെല്ലോ അറിവുകൾ. അവർക്ക് എന്താണ് മോഡേൺ ചെയ്യുന്നതെന്നും അറിയില്ല, എന്താണ് ആയുർവേദം ചെയ്യുന്നതെന്നും അറിയില്ല, ഈ പറയുന്ന ഡോക്ടർ എന്ത് ചെയ്യുന്നതെന്നും അറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ട് അവർ അങ്ങോട്ട് ഒരു ഡിസിഷന് എല്ലാറ്റിനും തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. ദയവ് ചെയ്തിട്ട് അത്തരം ആളുകൾ ഒന്ന് എന്താണ് ഡോക്ടേഴ്സ് പറയുന്നതെന്ന് ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം പറയാൻ ശ്രദ്ധിക്കണം. കാരണം ഈ മെഡിക്കൽ സയൻസ് തന്നെ വളരെ ഗഹനമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. പഠിച്ചാലും തീരില്ല. സെല്ലിൻ്റെ ഓരോ സെല്ലിൻ്റെയും സെൽ ഘടനയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ബയോളജി മാത്രമല്ല, അതിൽ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർത്ത് ഇത് മനസ്സിലാക്കി ഒരാളെ രക്ഷിക്കണമെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ളവർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എൻ്റെ സംസാരം ഉപസംഹരിക്കുമ്പോൾ പറയണത് നിങ്ങൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവനവൻ്റെ രോഗം എന്താണെന്ന് ദയവ് ചെയ്ത് നെറ്റിൽ നോക്കിയും മറ്റുള്ള ആളുകൾ പിന്നെ അനുഭവസ്ഥരെന്ന് പറയുന്നവർ പറയുന്നത് നോക്കിയും വിലയിരുത്താതെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ശേഷം ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആയുർവേദവും അലോപ്പതിയും
ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന ഒരു ധാരണ തെറ്റാണ്. പക്ഷേ ആയുർവേദത്തിലെ ചില മരുന്നുകൾ വേറെ ചില മരുന്നുകളുടെ കൂടെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മോഡേൺ മെഡിസിനിലുള്ള പല മരുന്നുകളും മറ്റു ചില മരുന്നുകളെ പറ്റി കൂടെ ചെയ്യാൻ പാടില്ല. ഇത് തീരുമാനിക്കേണ്ടത് നമ്മളെ ഉപദേശകരായി വരുന്നവരോ പേഷ്യൻ്റോ അല്ല, ഡോക്ടേഴ്സാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു.